പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ പ്രത്യേകത റസൽമേനിയ 42 എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ഷോയ്ക്ക് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർ താരങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡ് പ്രതീക്ഷിച്ച ആരാധകർക്ക് പ്രതീക്ഷിച്ച ആ നിലവാരത്തിനെത്തിയിട്ടുള്ള ഒരു എപ്പിസോഡ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ഇന്നത്തെ റോ എപ്പിസോഡ് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ സ്റ്റോറി ലൈൻ അപ്ഡേഷനായിട്ട് പങ്കുവെക്കാനുള്ളത് റൂസേവ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ലാഡർ മത്സരത്തിൽ വിജയിക്കില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. റൂസേവിന് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ റൂസേവിന് വലിയ ആധിപത്യം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ടാഗ് ടീം മത്സരത്തിന് ശേഷമുള്ള ആക്രമണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. ഇന്നത്തെ റോ എപ്പിസോഡിൽ റൂസേവും ജഡ്ജ്മെൻറ്റ് ടീം അംഗവുമായ JD മെക്ഡോണയും ടീം ആയിക്കൊണ്ട് ഡ്രാഗൻ ലീ, ജിവോൺ എവൻസ് തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ JD മെക്ഡോണയെ പിൻ ചെയ്തിട്ട് ഡ്രാഗൻ ലീ ഈ ടാഗ് ടീം മത്സരത്തിൽ അവരുടെ ടീമിന് വിജയം നേടിക്കൊടുത്തു എന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് റൂസേവ് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് എല്ലാ റെസ്ലേഴ്സിനെതിരെയും കാഴ്ചവെച്ചത്. അങ്ങോട്ടേക്ക് ഹോൾ ഓഫ് ഫെയിമറായ റെയിൻ മിസ്റ്റീരിയോയും നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡയും ഒക്കെ കയറി വന്നു എന്നുണ്ടെങ്കിലും അവരെയും റൂസേവ് ആക്രമിച്ചു. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് ഒരു റെസ്ലറിന് വലിയ ആധിപത്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ആ റെസ്ലറിന് മത്സരമുണ്ടെങ്കിൽ ആ റെസ്ലർ പരാജയപ്പെടാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അത് WWE സ്റ്റോറി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൂസേവ് റസൽമേനിയയിലെ ലാഡർ മത്സരത്തിൽ റസൽമേനിയയിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിക്കില്ല എന്നുള്ളത് 101% ഉറപ്പായിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള മത്സരങ്ങളിലേക്ക് സ്റ്റോറി പോകുന്നതിനെ സംബന്ധിച്ചാണ്. ടാമ ടോങ്ക ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റ് നടത്തി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിസിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ ഒരു 6 മാൻ ടാഗ് ടീം മത്സരമാണ് നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിലെ ഏറ്റവും വലിയൊരു സർപ്രൈസ് സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള MFT ടീം ഇന്നത്തെ റോയിൽ വന്നത് തന്നെയാണ്. ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. കൂടാതെ ഊസോസ്, LA നൈറ്റ് തുടങ്ങിയവർക്കെതിരെ ഒരു 6 മാൻ ടാഗ് ടീം മത്സരത്തിലും MFT ഏർപ്പെടുന്നുണ്ട്. മത്സരത്തിൽ MFT ടീം പരാജയപ്പെടാനുള്ള കാരണം സോളോ സിക്കോവയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് വന്ന ടാമ ടോങ്കയുടെ അടുത്തേക്ക് പോകുന്നതോട് കൂടിയിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചത് സ്മാക്ഡൗണിൽ വെറുതെ MFTക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുള്ളതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടാമോ ടോങ്കയും സോളോ സിക്കോവയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് കാണിക്കുന്നത് എന്നാണ്. പക്ഷേ കൃത്യമായിട്ട് അവർക്കൊരു ഡയറക്ഷൻ ഈ കഥയ്ക്ക് പിറകിലുണ്ട് എന്നുള്ളത് ഇന്നത്തെ റോയിൽ തന്നെ ടാമോ ടോങ്ക, സോളോ സിക്കോവ ഇവരുടെ ആ ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഒരു മൊമെൻറ്റും അതിലൂടെ LA നൈറ്റ് അവരുടെ ടീമിന് വിജയം നേടിയെടുക്കുന്ന ഒരു മൊമെൻറ്റും കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ വെറുതെ ആരംഭം കുറിച്ചിട്ടുള്ള അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ അവർക്ക് ഉണ്ട് എന്നുള്ളതും മിക്കവാറും ആ ഒരു പ്ലാനിൽ സോളോ സിക്കോവയെ ഫേസ് ആക്കാനുള്ള ഒരു പ്ലാൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ സോളോ സിക്കോവ ആദ്യമായിട്ട് ഫേസ് ക്യാരക്ടർ ചെയ്യുന്നത് നമുക്ക് മെയിൻ റോസ്റ്ററിൽ കാണാൻ സാധിച്ചേക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന വുമൻസ് ഡിവിഷനെ കേന്ദ്രീകരിച്ചിട്ടുള്ള സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യത്തേത് പക്ക പോസിറ്റീവായിട്ട് തോന്നിയത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കേറും ചലഞ്ചറായ ലിക് മോർഗനും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് കാണാൻ സാധിച്ചു. ഈ ഒരു ഫൈറ്റ് ഒരിക്കലും നിൽക്കരുതേ എന്ന് ആഗ്രഹിച്ചവരിൽ ഒരാളാണ് ഞാൻ. കാരണം ഇവരുടെ മത്സരത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുക്കാൻ ഈ ഒരു ഫൈറ്റ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആർക്കും ആധിപത്യം കൊടുക്കാതെ ആ ഒരു ഫൈറ്റ് അവസാനിപ്പിച്ചതും അത് റസൽമേനിയ 42 മത്സരത്തിൽ ആർക്ക് അനുകൂലമായി മാറും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആളുകൾക്കിടയിൽ കൊണ്ടുപോയിട്ടുണ്ടാകും. നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കുഴപ്പമില്ല എന്ന് പറയാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് മാച്ചായിട്ട് നടന്ന ഷാർലറ്റ് ഫ്ലെയർ വേഴ്സസ് ലൈറ വാൽക്കീരിയ തമ്മിലുള്ള മത്സരമാണ്. മത്സരത്തിൽ ലൈറ വാൽക്കീരിയ ഷാർലറ്റിനെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെയിലിയുടെ ഇടപെടൽ തന്നെയാണ് ലൈറ വാൽക്കീരിയയുടെ വിജയത്തിലേക്ക് നയിച്ചത്. ഇത് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിന് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മത്സരമാണെങ്കിൽ പോലും ഈ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറിക്ക് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പങ്കെടുക്കുന്ന ഒരു ടീം ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമേഴ്സിലെ നിക്കി ബെല്ലയുടെ കാലിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബെല്ല ട്വിൻസിനെ ഈ ഒരു മത്സരത്തിൽ നിന്ന് മാറ്റിയേക്കാം, പകരം കബൂക്കി വാരിയേഴ്സിനെ ഇട്ടേക്കാം. അപ്പോൾ അതാണ് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. റോ എപ്പിസോഡിൽ ഇയോ സ്കൈ വേഴ്സസ് കൈറി സൈൻ തമ്മിലുള്ള ഒരു മത്സരം നടന്നു. കൈറി സൈനാണ് ഇയോ സ്കൈയെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ കബൂക്കി വാരിയേഴ്സിനെ യഥാർത്ഥത്തിൽ ഒന്ന് ബാക്കപ്പ് പ്ലാൻ പോലെ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബെല്ല ട്വിൻസിന് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ബെല്ല ട്വിൻസിനെ ഒഴിവാക്കി കബൂക്കി വാരിയേഴ്സിനെ റസൽമേനിയയിലെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ആ ഒരു മാച്ചിലേക്ക് ഇടും. അപ്പോൾ
കബൂക്കി വാരിയേഴ്സിന് റസൽമേനിയയിലേക്ക് യാതൊരുവിധ മാച്ചും അനൗൺസ് ചെയ്യാത്തത് ഈ ഒരു ബാക്കപ്പ് പ്ലാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇയോ സ്കൈ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ ഇയോ സ്കൈ വേഴ്സസ് ആസ്ക വേഴ്സസ് ഖൈറി സെയിൻ തമ്മിലുള്ള മത്സരമോ യഥാർത്ഥത്തിൽ റസൽമേനിയ 42 കൺഫേം ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് അതുപോലെ തന്നെ വുമൻസിൻ്റെ ഡിവിഷനെ സംബന്ധിച്ചുള്ള നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്സ്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച മറ്റൊരു ഫൈറ്റ് ഗുന്തർ വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്, ഗുന്തർ എന്തുകൊണ്ട് സെത്ത് റോളിൻസിനെ ആക്രമിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഗുന്തർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുന്തർ പറയുന്നത് ആരാണ് മികച്ച റെസ്ലർ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ സെത്ത് റോളിൻസിന് എതിരെ ആക്രമണം കാഴ്ചവെച്ചത് എന്നുള്ളത്. പോൾ ഹേമന് കൈ കൊടുക്കാനുള്ള കാരണവും അതാണ്. നീ വെറും ഒരു പൊട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് സെത്ത് റോളിൻസിനെ ഗുന്തർ കളിയാക്കുന്നുണ്ട്. പിന്നീടും അവരുടെ ഒരു ഫൈറ്റ് തുടരുന്നതായി കാണാൻ സാധിച്ചു. ചെറിയൊരു ആധിപത്യം സെത്ത് റോളിൻസിന് കൊടുക്കുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. റസൽമേനിയ പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സെത്ത് റോളിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗുന്തറിനാണ് വിജയസാധ്യത കൂടുതൽ എന്നുള്ളത്. അപ്പോൾ ഗുന്തർ തന്നെ ഏറ്റവും മികച്ച റെസ്ലർ താനാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ റസൽമേനിയയിലേക്ക് മത്സരത്തിലേക്ക് വരുമ്പോൾ നിലവിൽ ഗുന്തറിന് കിട്ടുന്ന ഒരു പുഷൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗുന്തറിന് വിജയസാധ്യത എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്ന ബ്രോക്ക് ലെസ്നർ, ഒബാ ഫെമി തുടങ്ങിയവരുടെ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. ബ്രോക്കും ഒബാ ഫെമിയും ഇന്നത്തെ റോ എപ്പിസോഡിൽ ഫേസ് ടു ഫേസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടക്കാതെ പോയ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ സെഗ്മെൻറ്റുകളിൽ തുടക്കത്തിൽ ഇന്നത്തെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബ്രോക്കിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ പോൾ ഹേമൻ പതിവ് പോലെ ഒബാ ഫെമിയെ വെല്ലുവിളിക്കുന്നുണ്ട്. ബ്രോക്കാണ് വിജയിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രോക്ക് മൈക്ക് മേടിച്ചുകൊണ്ട് ബ്രോക്ക് പറയുന്നത് ഈ റസൽമേനിയ കഴിഞ്ഞാൽ ഒബാ ഫെമിയുടെ പേര് ആരും കേൾക്കില്ല എന്നുള്ളതാണ്. അതായത് ഒബാ ഫെമിയെ തീർത്ത് കളയുമെന്നുള്ളത് ബ്രോക്ക് പറഞ്ഞിരിക്കുന്നു. പിന്നീട് നടന്ന ഈ റോ എപ്പിസോഡിന് ഇടയിലുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഒബാ ഫെമി ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിൽ. അവിടെ ഒബാ ഫെമി ബ്രോക്ക് ലെസ്നറിനെ വെല്ലുവിളിക്കുന്നു. ബ്രോക്ക് ലെസ്നറിനെ എന്തായാലും പരാജയപ്പെടുത്തുമെന്നുള്ളത് ഒബാ ഫെമി പറയുന്നു. ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് നടത്താതിരുന്നത് മോശമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും റസൽമേനിയ 42 രണ്ടാമത്തെ ദിവസത്തിലെ ആദ്യ മത്സരമായിട്ടാണ് ബ്രോക്ക് വേഴ്സസ് ഒബാ ഫെമി തമ്മിലുള്ള മത്സരം നടക്കുന്നത്. മത്സരത്തിന് വേണ്ട ഒരു ഹൈപ്പ് ഇതിനോടൊപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ളൊരു മത്സരം പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റോമൻ റെയിൻസ്, CM പങ്ക് തുടങ്ങിയവരുടെ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയൊരു ഫൈറ്റ് ഒന്നും റോ എപ്പിസോഡിൽ കാണിച്ചില്ല. അത് കാണിക്കാതിരുന്നതിൻ്റെ ഏക കാരണം ആർക്കെങ്കിലും ആദ്യം കൊടുത്താൽ കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ എന്താണെന്നുള്ളത് ആളുകൾ വിലയിരുത്തും. ആ ഒരു വിലയിരുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റെയിൻസോ CM പങ്കോ ഒരു ആധിപത്യം കിട്ടാത്ത പോലെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചത്. വാക്കുകൾ കൊണ്ട് തുടക്കത്തിൽ റോമൻ റെയിൻസ് CM പങ്കിനെ ആക്രമിക്കുന്ന ഒരു വീഡിയോ പാക്കേജ് നമുക്ക് കാണാൻ സാധിച്ചു. ഇതിനുള്ള മറുപടി CM പങ്ക് പിന്നീട് ഫേസ് ടു ഫേസ് വന്ന ഒരു സെഗ്മെൻറ്റിൽ റോമൻ റെയിൻസിന് കൊടുത്തത്. CM പങ്ക് സ്റ്റിൽ ചാമ്പ്യൻ ആകുമെന്ന് പറയുമ്പോൾ റോമൻ റെയിൻസ് ന്യൂ ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞ് നീ എന്നെ അക്നോളജ് ചെയ്യും, അംഗീകരിക്കുന്നതായിരിക്കും റസൽമേനിയയുടെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞ് റോമൻ റെയിൻസിന് ചെറിയൊരു പോസിറ്റീവ് വൈബ് കൊടുത്തിട്ടാണ് അവർ ആ ഒരു ഭാഗം അവസാനിപ്പിച്ചത്. പക്ഷേ അങ്ങനെ വലിയൊരു ആധിപത്യം മൈക്കിൽ റോമൻ റെയിൻസ് നേടിയെടുത്തു എന്ന് പറയാനും സാധിക്കില്ല. അപ്പോൾ അതേപോലെ റോമൻ റെയിൻസിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും റോമൻ റെയിൻസിൻ്റെ അച്ഛനെ സംബന്ധിച്ചുമൊക്കെ CM പങ്ക് സംസാരിക്കുന്നുണ്ട്. അച്ഛനെ ഇതിലേക്ക് വലിച്ചഴച്ചതിനോട് CM പങ്ക് മാപ്പ് പറയുന്നുണ്ട്. റോമൻ റെയിൻസ് CM പങ്കിന് കഴിഞ്ഞു പോയ ഭൂതകാലത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നതും ആ ഒരു വീഡിയോ പാക്കേജിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെയുള്ള കൊടുക്കലും വാങ്ങലും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡ് കുഴപ്പമില്ല, പക്ഷേ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഒരു റസൽമേനിയ ഷോയ്ക്ക് മുൻപുള്ള ഒരു റോ എപ്പിസോഡിൻ്റെ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് നിങ്ങളിൽ പല കൂട്ടുകാരും ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു പോയിന്റ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. റോമൻ റെയിൻസിൻ്റെ റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് 2 ദിവസം മുൻപ് റോമൻ റെയിൻസ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. നിങ്ങളിൽ പല കൂട്ടുകാരും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ആ ഒരു അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്റർവ്യൂവർ റോമൻ റെയിൻസിന്റെ റിട്ടയർമെന്റിനോട് അനുബന്ധിച്ച് റോമൻ റെയിൻസിനോട് ചോദിച്ചപ്പോൾ റോമൻ റെയിൻസ് പറയുന്നത് ഈ അടുത്തൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, താൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ റോമൻ റെയിൻസ് പറഞ്ഞത് 1-2 വർഷത്തിനുള്ളിൽ താൻ റിട്ടയർ ചെയ്യുമെന്നാണ്. എന്നാൽ അതിനുശേഷം റോമൻ റെയിൻസ് ആ ഒരു പ്ലാനിൽ നിന്ന് മാറി വ്യതിചലിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഹോളിവുഡ് കരിയറും WWE കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് നിലവിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ WWE പൂർണ്ണ ഒരു
ഒരു പാർട്ട് ടൈം റെസ്ലറായി മാറിയിട്ടുള്ള റോമൻ റിയൻസിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ഷൂട്ടും WWE ഷെഡ്യൂളും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് റോമൻ റിയൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ ചിന്തിക്കേണ്ട എന്നുള്ളതാണ് റോമൻ റിയൻസ് പറഞ്ഞിരിക്കുന്നത്. റോമൻ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് നൽകുന്ന ഒരു വാർത്തയും കൂടിയാണിത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.